ഫ്രണ്ട്സ് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് അത് വന്ന വീഴാൻ പോയി. എൻ്റെ അമ്മ അങ്ങനെ ഓസ്കാർ അവാർഡ് പറ ഞാൻ കേൾക്കുന്നേ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം ട്രിവാൻഡ്രം മ്യൂസിയത്താണ്. ഭയങ്കര മഴയാണ്. അപ്പോൾ അമ്മ കുറച്ച് ദൂരെ നിന്നില്ല അമ്മ ക്യാമറയെന്ന്. കുച്ചു പോലോ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തിരുവനന്തപുരം മ്യൂസിയത്തിലാണ്. ട്രിവാൻഡ്രം മ്യൂസിയത്തിലാണ്. മഴയാണ്. മഴയാണ്, അതെനിക്കും അറിയാം മഴയാണ്. ഹായ് ഗൈസ്, നിങ്ങൾക്ക് ഇത്രയും നേരം ഇൻട്രോ തന്നുകൊണ്ടിരുന്ന ഞാനാണ്. നിങ്ങൾ ട്യൂൺസ് ഓഫ് ലൈഫ് ബാക്കിൽ കൂടെ വരണേ ഉള്ളൂ. നിങ്ങൾ സുധ ടീച്ചർ, സുധ ടീച്ചറിൻ്റെ മോള്. പേരെന്തരമ്മ എൻ്റെ? അമ്മു. അമ്മു അല്ല, സിത്താര. സിത്താര എൻ്റെ വീട്ടുപേരത്. നിങ്ങൾ ആരും വിളിക്കരുത് എന്നെ. ഇപ്പം നമ്മളിപ്പം പൊക്കോണ്ടിരിക്കണത് സൂര്യ അകത്ത് കയറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മഴയാണ്. മഴ ആയതുകൊണ്ട് സൂര്യൻ്റെ അകത്ത് കയറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങളുടെ ട്യൂൺസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ സുധ ടീച്ചർ ഇപ്പം തോട്ടിൽ വീഴുന്നേ ഉള്ളൂ. ആ ക്ലിപ്പിംഗ് ഇതിലുണ്ട്, നിങ്ങൾ എല്ലാവരും കാണണം, നിങ്ങൾ ചിരിക്കണം. അതെ, ഇന്ന് വ്യത്യസ്തമായ ഒരു വ്ളോഗാണ് കേട്ടോ. എന്നും പറയുന്ന പോലുള്ള വ്ളോഗ് അല്ല ഇന്നത്തത്. ഷീസ് വെരി ഷൈ. ഇവിടെ ഒരു ഭയങ്കര, അപ്പൊ ഇവിടെ ആരുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ അങ്ങ് എടുക്കാന്ന്. ഇവിടെ വീണതുകൊണ്ട് ഇവിടെ ഒരു നല്ലൊരു ക്ലിപ്പിംഗ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഒരു ഫോട്ടോ ഞാൻ വീഡിയോ എടുക്കണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സൂയിലെത്തിയിട്ടില്ല. ഇനി നമ്മൾ ആർട്ട് ഗാലറിയുടെ ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ മഴയത്ത് നമുക്കുള്ളത്. അപ്പോൾ മഴയത്തും നമുക്കിങ്ങനെ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഹായ് ഗൈസ്, ഇനി നമ്മൾ അകത്തോട്ട് പോകണം. അല്ല അകത്തോട്ടല്ലേ, സൂയിലോട്ട് കയറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മയുടെ ഫ്രണ്ട്സും എൻ്റെ ഗൈസുമാണ് നിങ്ങൾ. നിങ്ങൾ വാ അമ്മ, ഞാൻ ഇവിടെ വീഡിയോ എടുക്കണേ ഉള്ളൂ. ഇങ്ങനെ കൂടെ പറയണം, അമ്മ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അമ്മേനെ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. അത് മതി അമ്മ. അമ്മയുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടണമെങ്കിലേ തന്നെ ആൾക്കാരെ വന്ന് സപ്പോർട്ട് ചെയ്തോളും. അതെ, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാം അമ്മയുടെ വീഡിയോസ് നല്ലതാണെന്ന്, അമ്മയുടെ സബ്സ്ക്രൈബേഴ്സിന് അമ്മയുടെ വീഡിയോസ് നല്ലതാണെന്ന്. ഇനി വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കൊക്കെ അങ്ങ് മനസ്സിലാക്കിക്കോളും അമ്മയുടെ വീഡിയോസ് നല്ലതാണെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും. ഇങ്ങനെ എന്നെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം വന്ന് പറഞ്ഞാൽ മതി അമ്മയുടെ അടുത്ത്. ഞങ്ങളെ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഒന്ന് പറയണേ. ഏത് വീഡിയോയിലകത്ത് മാത്രം, അല്ലെങ്കിൽ അടിയാണ്. രാവിലെ മുതൽ ഇരുട്ടും വരെ അടിയാണ്. എൻ്റെ ഒരു പല്ലടിച്ച് പൊട്ടിച്ചതും അമ്മയാണ്. തമാശ. ഇവിടെ ഫോട്ടോഗ്രാഫി നടക്കണം, ഫോട്ടോഗ്രാഫി. അമ്മ തോട്ടി വീഴുന്നില്ലേ, ആ ഫോട്ടോഗ്രാഫി നടക്കണേ ഉള്ളൂ ഇവിടെ. ഇനി പറേ അബി, ഇതാണ് മെയിൻ എൻട്രൻസ്. നിങ്ങൾക്ക് മെയിൻ എൻട്രൻസ് കാണിച്ചു തരാം. സൂര്യ അകത്തോട്ട് കയറി പോണം. മെയിൻ എൻട്രൻസ് ഇപ്പൊ നമ്മള് സൂര്യ അകത്താണ് പോകാൻ ശ്രമിക്കണമെങ്കിലും അതല്ല സത്യം. ഞാൻ അവിടത്തെ അമ്മ ചായയും ഞാൻ അവിടത്തെ കഫറ്റേരിയയും എന്റെ നോട്ടം അതിലാണ്. ഫുഡ് മാത്രമാണ് എൻ്റെ ഒരു വിചാരം. അത് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യം. സൂ ഒക്കെ പിന്നീട്. ഇത് നമ്മളിപ്പം കാണിച്ചു തരും നക്ഷത്ര ബംഗ്ലാവിൻ്റെ മെയിൻ എൻട്രൻസ് അല്ലേ, ആർട്ട് മ്യൂസിയം. അതിൻ്റെ ഇടയിൽ കൂടെ പോകണം. നോക്കിയാണ് എൻ്റെ ലാംഗ്വേജ് ഇങ്ങനെയാണ്. നിങ്ങൾ ആരും അത് മൈൻഡ് ചെയ്യണ്ട. പക്ക തിരുവനന്തപുരം. അമ്മ ടീച്ചറായതുകൊണ്ട് അമ്മ അങ്ങനത്തെ സ്ലാങ്ങൊക്കെ ഉപയോഗിക്കും. ഇതാണ് നമ്മൾ തിരുവനന്തപുരത്തിലെ ആർട്ട് ഗാലറി എന്ന് പറയുന്നത്, നക്ഷത്ര ബംഗ്ലാവ്. നമ്മളിവിടെ എല്ലാം നക്ഷത്ര ബംഗ്ലാവ് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് മറ്റേ സീരിയൽ, നീയും ഞാനും സീരിയലിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലം. ഇതിൻ്റെ അകം ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ഇത്രയും വർഷമായിരിക്കും. പക്ഷേ ആൻറ്റിക് പീസൊക്കെ ഉണ്ടെന്നാണ് ഇതിൽ അറിയപ്പെടുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഒരു ലൈറ്റിംഗ് വരുന്ന സ്ഥലമുണ്ട്. ഒരു 4-6 മണിയൊക്കെ ആകുമ്പോൾ ലൈറ്റിംഗ് വരും. അവിടെ ചെന്ന് നിങ്ങൾ ലൈറ്റിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്താൽ നമുക്ക് അടിപൊളി ഫോട്ടോസ് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, ന്യൂലി മാരീഡ് കപ്പിൾസ്, ഇനി മാരേജ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള
ആൾക്കാർ. അതുപോലെ ഓൾറെഡി മാരേജൊക്കെ കഴിഞ്ഞ് ജീവിതമൊക്കെ ഭയങ്കര ടെൻഷനിലൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് മക്കളൊക്കെ വലുതായി എന്നെപ്പോലെ കുറച്ചൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ട്രിവാൻഡ്രം മ്യൂസിയം. നോട്ട് ഓൺലി ഫോർ മാരീഡ് കപ്പിൾസ്, എല്ലാവർക്കും ഇവിടെ വരാം. വൺ ഡേ ട്രിപ്പിനായിട്ട് തിരുവനന്തപുരത്ത് നിന്നോ വെളിയിൽ നിന്നോ എവിടെയെങ്കിലും വരണമെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇവിടെ എൻജോയ് ചെയ്യാം. ഫോട്ടോഷൂട്ടിന് പണ്ട് ഇവിടെ മൃഗങ്ങളില്ലായിരുന്നു, ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മൃഗങ്ങൾ ഇട്ടിട്ടുണ്ട് സൂര്യകത്ത്. അല്ല നമ്മളിതുവരെ ഒരു സ്ഥലത്ത് പോലും എത്തിയില്ലല്ലേ. എൻ്റെ ഇരിക്കേണ്ടതാണ്. ഒരു കാക്കയും ഒരു പരുന്തും, അല്ല 2 കാക്ക, 5-6 കാക്കയും ഒരു പരുന്തും എനിക്കൊന്ന് സൂര്യാകത്തിൽ നിന്ന് ഒളിച്ചോടി വന്നതായിരിക്കും. പരുന്ത് അങ്ങനെ വന്നതായിരിക്കും. അതാണ് സൂവിൻ്റെ എൻട്രൻസ്. ഇവിടെ ഇങ്ങ് വാ ഇവിടെ കൂടെ ടിക്കറ്റ് എടുക്കും. ഇവിടെ കൂടെ ടിക്കറ്റ് എടുത്ത് അവിടെ ആ വഴി കൂടെ അകത്ത് കയറ്റും. ഇപ്പം മഴ ഉണ്ടെങ്കിലും ആൾക്കാരകത്ത് കയറ്റണം അല്ലേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയ്യ എൻ്റെ അത്താൻ പറഞ്ഞ കഫേ ജാമുവിൻ്റെ കാലത്തുള്ള പഴക്കമുള്ള ഒരു ഡൈനോസർ. എൻ്റെ ഫുഡ് ഞാൻ അങ്ങോട്ട് പോട്ടെ. ഗൈസ്, ജാമ്പൂരെ കാലം, ജാമുവിലെ കാലം എന്ന് പറയുന്നത് ജാമ്പുവത്തിൻ്റെ കാലമുള്ളത് എനിക്ക് അറിവുള്ളത് പറയാൻ. ജാമ്പുവനോ പണ്ടൊരു കാലം, പണ്ടൊരു കാലം. അതിൻ്റെ അകത്ത് അത്രയോ അത് തിരുവനന്തപുരത്ത് മാത്രം അല്ല, തിരുവനന്തപുരത്തിൻ്റെ അകത്തുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഇതാണ്. തിരുവനന്തപുരത്തിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കൂലേ, അവരുപയോഗിക്കുന്ന ഒരു സ്ലാങ് ആണത്. അതായത് നെടുമങ്ങാട് സ്ലാങ് ആണത്. അപ്പം നെവർ മൈൻഡ് അല്ലേ. എൻ്റെ പല്ലാണ് ഗായ്സ്, ഒരു പല്ലില്ലാത്ത കുട്ടി. പല്ലുണ്ടായിരുന്നു, ഇളവിപ്പോയി, പൊട്ടിപ്പോയി വീണത്. അപ്പോൾ നമ്മൾ ഫുഡ് തിന്നാൻ വേണ്ടി ഇരിക്കണം. അത് ഇനി ഇത് ചെയ്യണം. എന്താ ചെയ്യണം? എൻ്റെ പല്ല് വെക്കണം. വെക്കേഷൻ ടൈമിൽ നമ്മളിപ്പോൾ ചെയ്യും. അത് ബാക്ക്ഗ്രൗണ്ട് പാട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ പറയുള്ളൂ. കോപ്പിറൈറ്റ് അടിക്കും അല്ലെങ്കിൽ. Good night.